ഖജനാവിൽ പണമില്ല. അപ്പോൾ വളർച്ച വരണമെങ്കിൽ സ്വകാര്യ നിക്ഷേപം തന്നെ വളരും. ഒരു ഫിലിം സിറ്റി ഇവിടെ വരുന്നത് തീർച്ചയായിട്ടും എല്ലാ ആൾക്കാർക്കും എത്തിപ്പെടാൻ എളുപ്പമുള്ള ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്ത്രീകൾ ഫാമിങ്ങിൽ മാത്രം നിൽക്കേണ്ട ആൾക്കാരല്ല, അവർ മാനുഫാക്ചറിങ്ങിലും സർവീസിലും MSMEയിലും എല്ലാം വളരണം. എന്നാൽ മാത്രമേ കേരളത്തിൻ്റെ പുരോഗതി ഇതാവുള്ളൂ. ബഡ്ജറ്റിനെ പൊതുവെ നോക്കുമ്പം കേരളത്തിൻ്റെ വികസനത്തിനൊരു വിഷനുണ്ട്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേരളയ്ക്ക് ചരിത്രപരമായിട്ട് ഈ പറഞ്ഞ മാതിരി ഒരു പോർട്ട് സിറ്റിക്കുള്ള എല്ലാ ഒരു സ്കോപ്പ് ഉള്ളതാണ്. ആ ഒരു നമ്മുടെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസന ഒരു രൂപരേഖ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അതോടുകൂടെ തന്നെ കേരളത്തിന് പ്രത്യേകിച്ച് കൊച്ചിക്ക് ഊന്നലുള്ള ചില മേഖലകൾ, ഇപ്പോൾ ഗോൾഡ് ഹബ്ബ് വരുന്നു. അപ്പോൾ തൃശ്ശൂരും കൊച്ചിക്കും ഉള്ള ആ ഒരു ഗോൾഡിലുള്ള നൈപുണ്യം, ജ്വല്ലറി മേക്കിങ്ങിലുള്ള നൈപുണ്യം ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഗോൾഡ് ഹബ്ബ്, പെരുമ്പാവൂർ ആലുവ കൊച്ചി റൂട്ടിലൊരു ഫർണിച്ചർ ഹബ്ബ് വരുന്നു. അപ്പോൾ നമുക്ക് കേരളയിൽ ഓരോ സ്ഥലങ്ങളിലുള്ള, അതേസമയം ഇപ്പോൾ വിഴിഞ്ഞമാണെങ്കിൽ അല്ലെങ്കിൽ മെറേറെ കോറിഡോർ ആണെങ്കിൽ, അങ്ങനെ ഓരോ ഏരിയയുടെ സ്ട്രെങ്ത് വെച്ചുകൊണ്ട് അവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റിനുള്ളൊരു വിഷൻ ഞാൻ അതിൽ കണ്ടു. ഒരു രാജ്യം വളരണമെങ്കിൽ അതിൻ്റെ MSME സെക്ടർ വളർന്നാൽ മാത്രമേ നടക്കൂ എന്നുള്ളതാണ്. ഒരു രാജ്യത്തിൻ്റെ 30% ഏകദേശം MSMEയുടെ ഇതിലാണ്. അപ്പോൾ MSME വളരാനുള്ളൊരു ഗ്രോത്ത് സ്ട്രാറ്റജി, ഒരു 10,000 മൈക്രോ ചെറുകിട സംരംഭങ്ങൾ വളർത്തുക എന്നുള്ള ഇതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അതോടുകൂടെ ഞാനൊക്കെ ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ നടത്തിയതിൻ്റെ ഒരു സ്ട്രെങ്ത്തിൽ പറയുകയാണ്, ഒരു MSME സക്സീഡ് ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും ഒരു സംരംഭം തുടങ്ങാൻ എളുപ്പമാണ്. അത് 6% പലിശ കൊടുക്കുന്നും പറഞ്ഞു, അതെല്ലാം എളുപ്പമാണ്. പക്ഷെ ഏറ്റവും ബുദ്ധിമുട്ട് അതിനെ നിലനിർത്തി കൊണ്ടുപോകാനാണ്, സസ്റ്റെയിൻ ചെയ്യാനാണ്. അപ്പോൾ അതിനൊരു ബ്രാൻഡ് കേരള എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റും എനിക്ക് വളരെ ഇഷ്ടമായി. എന്താ വെച്ചാൽ ഒരു ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സംരംഭം നിലനിർത്താൻ. കൊച്ചിയുടെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാവാം, പക്ഷേ കൊച്ചിക്ക് വേറൊരു പ്രാധാന്യമുണ്ട്. കൊച്ചി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ നടുവിലുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊച്ചിയിലൊരു ഫിലിം സിറ്റി വന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 2 അറ്റത്തുള്ള ഇതിലും ഈക്വൽ ഡിസ്റ്റൻസാണ്. അപ്പോൾ ഒരു ഫിലിം സിറ്റി ഇവിടെ വരുന്നത് തീർച്ചയായിട്ടും എല്ലാ ആൾക്കാർക്കും എത്തിപ്പെടാൻ എളുപ്പമുള്ള ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെ ഒരു ഫിലിം സിറ്റി വരുന്നു. ഓൾറെഡി നമുക്കുള്ള സ്ട്രെങ്ത്താണ് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ അവിടെ ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെൻറ്റർ വരുന്നത് തീർച്ചയായും നല്ലതാണ്. കൊച്ചിക്ക് ഒരു റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട് ബഡ്ജറ്റിൽ തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി കൊച്ചി തൃശ്ശൂർ ഗോൾഡ് ഹബ്ബ് ആയാലും, ഇൻഫോ പാർക്കിൻ്റെ ഡെവലപ്മെൻറ്റ് ആയാലും, പിന്നെ ഈ ഇൻ്റർനാഷണൽ ഗ്ലോബൽ കൺവെൻഷൻ സെൻറ്റർ വരുന്നതായാലും, ഫിലിം സിറ്റി വരുന്നതായാലും, പോർട്ട് മാനുഫാക്ചറിങ് സോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റഫിങ് ഡ്രൈ പോർട്ട് എല്ലാം കൊച്ചിക്കും വിഴിഞ്ഞത്തിനുമാണ് പറഞ്ഞിരിക്കുന്നത്. അതായാലും പെരുമ്പാവൂർ കൊച്ചി ഫർണിച്ചർ ഹബ്ബായാലും എല്ലാം കൂടെ നോക്കുമ്പോൾ കൊച്ചിക്ക് തീർച്ചയായിട്ടും നല്ലൊരു സ്കീംസ് വന്നിട്ടുണ്ട്. ഭരണ ക്യാപിറ്റൽ തിരുവനന്തപുരമാണെങ്കിലും കൊച്ചി ഒരു കമേഴ്ഷ്യൽ ക്യാപിറ്റലാണ്. അപ്പോൾ അത് വളരുമ്പോഴാണ് നമുക്ക് സംസ്ഥാനവും വളരുക എന്നുള്ളത് കൊണ്ട് കൂടി ആയിരിക്കാം. ഖജനാവിൽ പണമില്ല. അപ്പോൾ വളർച്ച വരണമെങ്കിൽ സ്വകാര്യ നിക്ഷേപം തന്നെ വളരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്വകാര്യ നിക്ഷേപം വരുമ്പോൾ അതിലൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നത്, ഈ നേരത്തെ പറഞ്ഞ മാതിരി ചീഫ് മിനിസ്റ്റർ തന്നെ പറഞ്ഞു, എല്ലാ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ കയ്യിലും ഇഷ്ടം മാതിരി ഭൂമിയുണ്ട്. ആ ഭൂമിയൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഭൂമി എന്നേക്കുമായി സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പോവാതെ ഒരു ടെന്യൂറിൽ ഒരു 30 വർഷം അല്ലെങ്കിൽ ഒരു 90 വർഷം 60 വർഷം മാത്രം കൈമാറിക്കൊണ്ട് മോണിറ്റൈസ് ചെയ്ത് എങ്ങനെ നമുക്ക് വളർച്ച കൊണ്ടുവരാം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. അല്ലെങ്കിൽ ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയും, സർക്കാരിൻ്റെ ജോലി എന്ന് പറയണത് പ്രധാനമായും ഗവേണൻസ് പോലീസിങ് ഒക്കെയാണ്.
ബിസിനസ്സുകാർക്ക് വിട്ടുകൊടുക്കുക. അപ്പോൾ അവർക്കത് നന്നായി നടത്താൻ എന്താ വെച്ചാൽ നമ്മളല്ലാതെ ട്രൈ ചെയ്തു. നമ്മുടെ എത്രയോ 120ഓളം പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഉണ്ട് കേരളയിൽ. ലാഭം ഉണ്ടാക്കുന്നത് വളരെ മെജോറിറ്റി നഷ്ടമാണ്. ഇങ്ങനത്തെ വെള്ളാനകളെ നമ്മൾ പോറ്റി നടത്തതിൽ അർത്ഥമില്ല. അപ്പോൾ അത് ട്രൈ ചെയ്തു, അത് ഫെയിലിയറായി. ഇനി അതിൽ പിന്നെയും ഇതാക്കിയാൽ നമ്മൾക്ക് അതിലൂടെ വളരാനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ആ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ എങ്ങനെ ഒരു സ്ഥലമെല്ലാം പ്രൈവറ്റ് ആൾക്കാരുടെ കയ്യിൽ, ഗവൺമെൻറ് ലാൻഡ് പ്രൈവറ്റ് ആൾക്കാരുടെ കയ്യിൽ മുഴുവനായിട്ട് കൈമാറാതെ എങ്ങനെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗപ്രദമാക്കാം, അതൊരു വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് പ്ലാൻ വേണം. അത് വേണം. ഒരു രാജ്യത്തിൻ്റെ ഇതേമാതിരി വളരണമെങ്കിൽ അതിന് സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. ഒരു പകുതി 50% എങ്കിലും വിമൻ പാർട്ടിസിപ്പേഷൻ റേറ്റ് വന്നാൽ ഒരു രാജ്യത്തിൻ്റെ വളർച്ച കുതിച്ചുയരുള്ളൂ എന്നുള്ളതാണ് എല്ലാ പഠനങ്ങളും പറയുന്നത്. അങ്ങനെ ഒരു സ്ത്രീ സംരംഭകത്തെയോ ഒരു സ്ത്രീകളുടെ ഒരു സാമ്പത്തിക ഉന്നമനത്തിനുള്ള ഒരു പദ്ധതികളൊന്നും ഞാൻ കാര്യമായി, ഇനിയിപ്പോൾ ഉണ്ടോ ബഡ്ജറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടോ എന്ന് അറിഞ്ഞില്ല. പക്ഷെ ബഡ്ജറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഏറ്റവും അതിന് ഊന്നൽ കൊടുക്കുന്ന കാര്യങ്ങളെ പറയുന്നതാണല്ലോ. ആ ബഡ്ജറ്റ് സ്പീച്ചിൽ ഒരു സ്ത്രീകളുടെ സംരംഭകത്വമോ സ്ത്രീകളുടെ സാമ്പത്തിക ഉന്നമതിക്കോ ഒരു പദ്ധതി ആകെ ഞാൻ കണ്ടത് സ്ത്രീകളുടെ ഫാമിംഗ് ഇങ്ങനെയുള്ള, അത് ശരിയാണ്, നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി കൂട്ടണം. പക്ഷേ സ്ത്രീകൾ ഫാമിങ്ങിൽ മാത്രം നിൽക്കേണ്ട ആൾക്കാരല്ല. അവർ മാനുഫാക്ചറിങ്ങിലും സർവീസിലും MSMEയിലും എല്ലാം വളരണം. എന്നാൽ മാത്രമേ കേരളത്തിൻ്റെ പുരോഗതി ഇതാവുള്ളൂ.